46ാമത് കിങ് അബ്ദുൽ അസീസ് അന്താരാഷ്ട്ര ഖുർആൻ മത്സരത്തിന് മക്കയിൽ തുടക്കമായി. ചരിത്രത്തിലാദ്യമായി വനിതകൾക്കായുള്ള മത്സരത്തിൽ 133 രാജ്യങ്ങളോട് ഏറ്റുമുട്ടി ഇന്ത്യയെ പ്രതിനിധീകരിക്കുന്നത് കൊല്ലം സ്വദേശിനി ഹുസ്ന ഫാത്തിമയും എറണാകുളം സ്വദേശിനി ഉമ്മു കുൽസു പി എസുമാണ്. 1,02,00,000-ലധികം സൗദി റിയാലാണ് ആകെ സമ്മാനത്തുക. മക്കയിലെ ഹിൽട്ടൺ കൺവെൻഷൻ സെന്ററിൽ ഫൈനൽ പോരാട്ടങ്ങൾ പൂർത്തിയായതോടെ ഇനി ഫലപ്രഖ്യാപനത്തിനായുള്ള കാത്തിരിപ്പാണ്. 5 ഘടകങ്ങളിലായി നടക്കുന്ന മത്സരത്തിൽ 30 ജുസ് പൂർണ്ണമായി മനഃപ്പാടമാക്കിയ 4ാം വിഭാഗത്തിലാണ് കൊല്ലം കരോളിക്കോണം സ്വദേശിനി 12-കാരി ഹുസ്ന ഫാത്തിമ പങ്കെടുത്തത്. ദേശീയ മത്സരത്തിലും സെലക്ഷൻ റൗണ്ടുകളിലും അമതെത്തിയാണ് നജ്മുദ്ദീൻ മൗലവി സുമയ ദമ്പതികളുടെ മകളായ ഹുസ്ന മക്കയിലേക്ക് തെരഞ്ഞെടുക്കപ്പെട്ടത്. പെരുമ്പാവൂർ സ്വദേശിനി 21-കാരി ഉമ്മു കുൽസും കടുത്ത യോഗ്യതാ റൗണ്ടുകൾ പിന്നിട്ടാണ് മത്സരവേദിയിലെത്തിയത്. മഞ്ചേരി പേസ് സ്കൂളിൽ നിന്ന് ഹിഫ്ള് പൂർത്തിയാക്കി പാണക്കാട് ജാമിയ അൽ ഹിന്ദിൽ ഡിഗ്രി പഠനം നടത്തുന്ന ഉമ്മു കുൽസും ഷിയാസ് പാറേലി ഫാത്തിമ ദമ്പതികളുടെ മകളാണ്. ഉമ്മു കുൽസു ഹിഫ്ള് പഠിച്ചത് മഞ്ചേരിയിലുള്ള പേസ് റെസിഡൻഷ്യൽ സ്കൂൾ ഫോർ ഗേൾസ് എന്ന് പറയുന്ന വെട്ടേക്കോടുള്ള സ്ഥാപനത്തിലാണ്. ഇത്തവണ 132 വനിതകളും 202 പുരുഷന്മാരുമടക്കം 334 മത്സരാർത്ഥികളാണ് ആകെ മാറ്റുരച്ചത്. 1,02,60,000 സൗദി റിയാലാണ് ആകെ സമ്മാനത്തുക. 1ാം സ്ഥാനക്കാർക്ക് 5 ലക്ഷം റിയാൽ വരെ ലഭിക്കുന്ന മത്സരത്തിൽ പങ്കെടുത്ത ഓരോ വ്യക്തിക്കും 5,000 റിയാൽ വീതം ആനുകൂല്യം നൽകും. കൂടാതെ മത്സരാർത്ഥികൾക്കും കുടുംബത്തിനും ഉംറ ചെയ്യാനും മക്ക മദീന ചരിത്ര കേന്ദ്രങ്ങൾ സന്ദർശിക്കാനുമുള്ള സൗകര്യവും സൗദി ഭരണകൂടം ഒരുക്കിയിട്ടുണ്ട്. മക്കയും മദീനയും അടക്കമുള്ള ചരിത്രപ്രധാനമായ എല്ലാ സ്ഥലങ്ങളിലും ഈ മത്സരാർത്ഥികളെയും അവരുടെ കൂടെയുള്ളവരെയും സന്ദർശനത്തിന് വേണ്ടി കൊണ്ടുപോകുന്നുണ്ട്. വളരെ വിപുലമായ സജ്ജീകരണമാണ് ഗവൺമെന്റ് നടത്തിയിട്ടുള്ളത്. 46ാമത് കിങ് അബ്ദുൽ അസീസ് അന്താരാഷ്ട്ര ഖുർആൻ മത്സര ഹാളിൽ നിന്ന് സുൽഫീഖർ ഉദായ്, അമൃത ന്യൂസ്, മക്ക. Hyper Al Wafa, Jeddah, Riyadh, Dammam, your one-stop destination. Celebrating 40 years of trust and legacy. Sona Gold and Diamonds, Saudi Arabia, Bahrain, Oman.